ഒരു നെപ്പോ കിഡ് നെപ്പോ ആണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി എടുത്ത് അച്ഛൻ്റെ ഒരു ഹിറ്റ് പടത്തിന് ചീത്തപ്പേരുണ്ടാക്കിയ സിനിമ എന്നാണ് ഇതയം മുരളി എന്ന സിനിമയെക്കുറിച്ച് എനിക്ക് പറയാൻ തോന്നുന്നത്. അഥർവയും ഫഹദ് ഫാസിലും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പ്രീതി മുകുന്ദനുണ്ട്, കയാദു ലോഹറുണ്ട്, പിന്നെ ഒരു ലോഡ് അഭിനേതാക്കളുണ്ട്. നമുക്ക് പരിചയമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുറേ ആളുകൾ. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് ഫഹദ് ഫാസിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തോ ഒരു സംഭവം ഉണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ശരിക്കും ഫഹദ് ഫാസിലാണ് ഈ സിനിമയിൽ ആകെ ഒരു ആശ്വാസമായിട്ടുള്ളത്. നമ്മൾ ചോദിക്കേണ്ട പല ചോദ്യങ്ങളും ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടർ ചോദിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയിൽ ഒരു വലിയ പ്രത്യേകത. ഇതയം എന്ന് പറയുന്നൊരു തമിഴ് സിനിമ പണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ അഭിനയിച്ച മുരളി പിന്നീട് ഇതയം മുരളി എന്നറിയപ്പെട്ടു. കാരണം അത്രയും പോപ്പുലറായിട്ടുള്ള ഒരു സിനിമയായിട്ട്, ഒരു പേരായിട്ട് അത് മാറി. അദ്ദേഹത്തിൻ്റെ മകൻ അഥർവ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഇതയം മുരളി. പഴയ സിനിമയിലെ ചില കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പഴയ സിനിമയിലെ കഥാപാത്രം, അതുപോലെ അതിലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സീക്വൻസ്, അതിനോട് സിമിലർ ആയിട്ടുള്ളൊരു സീനൊക്കെ വെച്ച് അന്നത്തെ അതിൽ അഭിനയിച്ചിട്ടുള്ളൊരു കഥാപാത്രത്തിനൊക്കെ കൊണ്ടുവന്ന് കുറച്ച് നൊസ്റ്റു പരിപാടിയൊക്കെ ഉണർത്താനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ നൊസ്റ്റാൾജിയ വരുന്നതിനേക്കാൾ കൂടുതൽ ഒരു ക്ലീഷേ ക്രിഞ്ച് പരിപാടി കണ്ടു എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിനിമ മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ക്യാരംസ് ബോർഡ് ഒന്ന് സങ്കല്പിക്കും. ഓപ്പോസിറ്റ് ടീമിൻ്റെ ഒരു 3 കരുക്കൾ നമ്മളിനി വീഴ്ത്താനുണ്ട്. ഇടയ്ക്കൊരു റെഡ് കോയിനും ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ സ്ട്രൈക്കറും ഉണ്ട്. ആ സ്ട്രൈക്കറിനെ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ള കുറേ കോയിൻസ് ഉണ്ട്. പക്ഷേ ഈ കോയിൻസിനെല്ലാം സ്വന്തമായിട്ട് എന്നിട്ട് ഒന്നും ഹോളിലിട്ടിട്ട് ജയിപ്പിക്കാൻ പറ്റില്ലല്ലോ. സ്ട്രൈക്കർ തന്നെ വിചാരിക്കണം. അപ്പോൾ ഈ കൂടെയുള്ള മറ്റു കോയിൻസൊക്കെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെന്നിത്തെറിച്ച് പോകുന്നതൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്ട്രൈക്കറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഓടി ഒരു കോയിൻ്റെ അടുത്ത് ചെല്ലും, അവിടം വരെ ചെന്നിട്ട് പുള്ളി തിരിച്ചു വരും. വീണ്ടും അടുത്ത കോയിൻ്റെ അടുത്ത് വരെ ചെല്ലും, തിരിച്ചു വരും. അങ്ങനെ പുള്ളി ഒരു റെഡ് കോയിൻ ഇട്ടു എന്ന് വിചാരിക്കുന്ന സമയത്ത് ബാക്കി കോയിൻസ് എല്ലാം കൂടി സ്ട്രൈക്കറിൻ്റെ അടുത്തേക്ക് വരികയാണ്. പിന്നെ സ്ട്രൈക്കറിന് കൺഫ്യൂഷൻ ആവുകയാണ്. ഇങ്ങനെ ഒരു ക്യാരംസ് കളി ആലോചിച്ച് നോക്കിയേ. ഇതാണ് ഈ പടത്തിൽ ഇവന്മാരെടുത്ത് വെച്ചിരിക്കുന്നത്. നായകൻ ഇതയം മുരളി എന്നാണല്ലോ. അപ്പോൾ ഇതയ എന്നാണ് നായകൻ്റെ പേര്. അഥർവയാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. ഇദ്ദേഹം ക്രിഞ്ച് പരിപാടികളൊക്കെ കാണിക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ ഈ ഇന്ത്യൻ സിനിമ മൊത്തത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ക്രിഞ്ച് സീക്വൻസുകൾ വരുന്നതിന് മുമ്പ് ഇതെല്ലാം 90s 80s കിഡ്സിൻ്റെ തലയെ കൊണ്ടിടുക. ഞങ്ങളൊക്കെ 90s കിഡ്സ് ആയിരുന്നു, അന്ന് കാലം എന്ത് രസമായിരുന്നു, സ്ലോ മോഷൻ ആയിരുന്നു, എല്ലാം വളരെ കളർഫുള്ളായിരുന്നു, ഞങ്ങൾ അന്ന് കാണിച്ച വൃത്തികേടുകളൊക്കെ എന്തൊരു സൂപ്പറാണ് എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ കാണിച്ചു പോവാ. സിനിമ തുടങ്ങുമ്പോൾ ആദ്യം ഞങ്ങളൊക്കെ 80s 90s കിഡ്സ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു കഥ തുടങ്ങുന്നു. പിന്നെ സ്കൂളിലുള്ള കാര്യങ്ങൾ, കുഞ്ഞു പിള്ളേർ പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മളൊരു നൊസ്റ്റാൾജിയ ഉണ്ടാക്കേണ്ടതായിരുന്നു. പ്രശ്നം പറ്റിയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർട്ടിഫിഷ്യാലിറ്റിയുടെ അമ്പ് പെരുന്നാൾ എന്ന് പറയുന്ന പോലെയായിരുന്നു. കംപ്ലീറ്റ് ആർട്ടിഫിഷ്യൽ പരിപാടികൾ. അങ്ങനെ ഇരിക്കുമ്പോണ്ട് ഇവനൊരു പ്രേമം ഉണ്ടാകുന്നു. ആ പ്രേമം ഇങ്ങനെ നമ്മളെ കാണിക്കുക ഭയങ്കര അയ്യോ എന്ത് നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടുള്ള അതേ പ്രേമ സീനുകൾ, അതേ പ്രപ്പോസൽ ശ്രമങ്ങൾ, അതേ നായികയുടെ ക്യൂട്ട്നെസ്, ഇതൊക്കെ വാരി വെതറിയിട്ട് ഇതിൻ്റെ ഇടയിൽ പാട്ടെല്ലാം കുത്തിക്കയറ്റി. പാട്ടുകളെക്കുറിച്ച് പറയണം, പാട്ടുകളൊക്കെ നല്ലതായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ഇതിനു മുമ്പ് ഒരുപാട് ഹിറ്റായി മാറിയിട്ടുള്ള സിനിമകളുടെ അതേ സീക്വൻസുകളും കാര്യങ്ങളും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ചേർന്ന് നിൽക്കുന്ന അതേപോലത്തെ പാട്ടുകൾ തന്നെ ഇതിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഹിറ്റ് പാട്ടുകളുടെ ഒരു ചേരുവ ഇങ്ങനെ വീണ്ടും കേൾക്കുന്ന പോലെ പല പാട്ടും കേൾക്കുമ്പോൾ അയ്യോ ഇത് ആ പാട്ട് പോലെ ഉണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ആ സിറ്റുവേഷൻ, സീന്, നായക സിറ്റുവേഷൻസ്, കൂട്ടുകാരുടെ സിറ്റുവേഷൻസ് എല്ലാം എവിടെയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടിട്ടുള്ളതുകൊണ്ട് അതിനോട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷേ കുറ്റം പറയരുതല്ലോ, പാട്ടുകളൊക്കെ ഒരു ഓളത്തിൽ പോകുന്നുണ്ട്. കുറച്ചെങ്കിലുമൊക്കെ ഒരു ആശ്വാസം ഈ പാട്ടുകൾ ഇങ്ങനെ ഇടയ്ക്ക് കേൾക്കുന്നതാണ്. പക്ഷേ സിറ്റുവേഷൻസൊക്കെ പഴയതല്ലേ. എന്തായാലും നായകൻ ഇങ്ങനെ അങ്ങ് പോവും, ഒന്നും സംഭവിക്കുന്നില്ല ഗൈസ്. അപ്പോൾ ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടർ ആയിരിക്കും എനിക്ക് ബോറടിച്ച്. നമുക്ക് തോന്നുന്ന അതേ കാര്യം ഈ സിനിമയിൽ ഇവർ ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് പറയുന്നത്. ഫ്ലാഷ് ബാക്ക് തുടങ്ങുമ്പോഴേ ഫഹദ് ഫാസിൽ പറയും, ഫ്ലാഷ് ബാക്ക് എനിക്ക് വേണ്ടടാ, നീ എന്നാൽ ഒന്ന് കേൾക്കുന്നു പറഞ്ഞ് നിർബന്ധിച്ചിട്ട് കേൾപ്പിക്കുന്നു. ഫസ്റ്റത്തെ ഫ്ലാഷ് ബാക്ക് കേൾക്കുമ്പോഴേ ഫഹദ് ഫാസിലും ബോറടിക്കും. രണ്ടാമത്തത് കേൾക്കുമ്പോൾ ഫഹദ് ഫാസിൽ കുറ്റം പറയും. മൂന്നാമത്തെ കേൾക്കുമ്പോഴാണ് നിന്നെ കൊണ്ടൊന്നും പറ്റില്ല പോടാ എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെടും. പിന്നെ ഈ പടം തീരാറായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പുച്ഛിക്കുക. ആക്ച്വലി നമുക്ക് എന്താണോ, അതായത് ഇതിലെ മലയാളി കഥാപാത്രങ്ങൾ, ഇപ്പോൾ ഫഹദ് ഫാസിലുണ്ട്, വേറൊരു നടിയും കൂടി ഉണ്ട്. അവരതൊരു സസ്പെൻസ് പോലെയൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ അവരൊക്കെ തമ്മിൽ സംസാരിക്കുകയും കേൾക്കുമ്പോൾ അയ്യോ ഇത് തന്നെയല്ലേ നമുക്കും തോന്നുന്നത്, എന്താണെന്നടേ ഇത് എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുന്ന അതേ കാര്യങ്ങൾ ഈ കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ നായകൻ്റെ രണ്ടാമത്തെ പ്രേമം ഇങ്ങനെ അയ്യോ ഒരു കാര്യമില്ല, അതും ചീറ്റിപ്പോയി. അങ്ങനെ നായകൻ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഫഹദ് ഫാസിലിന് ബോറടിച്ചിട്ട് പുള്ളിക്ക് ഇതിൻ്റെ അകത്ത് വലിയ റോളൊന്നുമില്ല ഗൈസ്. ആകെ ഈ കഥ കേൾക്കുക, അതിന് കൗണ്ടർ അടിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നിട്ടും അവന്മാർ ഇല്ലുമിനാറ്റി പാട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ജിത്തു മാധവൻ ഈ സിനിമ കാണരുത്, പുള്ളി നെഞ്ചത്ത് കൈവച്ച് പോകും. അങ്ങനെ നായകൻ പെണ്ണ് കെട്ടാൻ തീരുമാനിക്കുകയാണ് ഗൈസ്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പഴയ പെണ്ണുങ്ങളെല്ലാം കൂടി തിരിച്ചു വരുന്നത്. ആദ്യം വരുന്ന പെൺകുട്ടി വളരെ മാന്യമായി കൃത്യമായി കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിട്ട് അവളങ്ങ് പോകും. രണ്ടാമത് ഈ നായകൻ ഇങ്ങനെ ഉള്ളിൽ അയ്യോ എനിക്കത് വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഒന്ന് പറഞ്ഞൊന്ന് ആശ്വസിക്കാമെന്ന് പറഞ്ഞിട്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ ഇവന് കൺഫ്യൂഷൻ ആവുന്നു. അത് വേണോ, കെട്ടാൻ പോകുന്ന പെണ്ണ് വേണോ എന്ന് പറയും. ഇതിൻ്റെ ഇടയിൽ ഇവൻ കാണിക്കുന്ന വൃത്തികേട് എന്താണെന്ന് വെച്ചാൽ കെട്ടാൻ പോകുന്ന പെണ്ണിനോട് നുണ പറയും. അത് കഴിഞ്ഞ് ഇവൻ ഈ പഴയ കാമുകിയെ വീണ്ടും കാണുമ്പോൾ അവളോടും നുണ പറയും. എന്നിട്ട് ഇവൻ ഏത് സ്വീകരിക്കണമെന്നുള്ള കൺഫ്യൂഷനും കാര്യങ്ങളും. ഇതിനിടയ്ക്ക് നായിക വളരെ ഓപ്പണായിട്ട് നീ കാണിച്ച മഹാവൃത്തികേടാണെന്ന് പറഞ്ഞാൽ അവൻ്റെ കാരണക്കുറ്റിക്കൊന്ന് കൊടുക്കുന്നുണ്ട്. കറക്റ്റായിരുന്നു. പക്ഷേ സിനിമ നായകൻ്റെ സെൻറ്റിമെൻറ്റ്സിനൊക്കെ മ്യൂസിക് ഇട്ട് പോകും. ഇതിനിടയിൽ ഈ കൂട്ടുകാരാണ് ഏറ്റവും വലിയ പ്രശ്നം. ബിന്ദു പണിക്കർ മറ്റേ CID മൂസയിൽ ഇറങ്ങി ഓടുന്നതിന് തൊട്ട് മുമ്പുള്ള അതേ സാധനമാണ്. അയ്യോ എൻ്റെ TV, അയ്യോ എൻ്റെ ഫ്രിഡ്ജ്, എടാ നമ്മളെന്താടാ ചെയ്യേണ്ടത്, എൻ്റെ റിലേഷൻഷിപ്പ് നീ ഒന്ന് നോക്കടാ, അയ്യോ ഞാനിനി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ച് ഇവരിങ്ങനെ അയ്യോ പത്തോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കടന്നോടുകയാണ്. ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ ഇവർക്കൊരു ഒരു ഉൾവിളി വരുന്നു, നമ്മുടെ ഫ്രണ്ടിൻ്റെ കല്യാണം മുടക്കിയിട്ടാണെങ്കിലും അവൻ്റെ പ്രണയം നമ്മൾ ശരിയാക്കി കൊടുക്കണം. അങ്ങനത്തെ കുറേ വെകിളി കൂട്ടുകാർ. എന്നിട്ട് ഒരു നല്ല ലൈഫ് തുടങ്ങാൻ പോവുകയാണെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു പെണ്ണിനെ കരയിച്ചിട്ട് വീണ്ടും ശുഭം എന്നെഴുതി കാണിക്കാനുള്ള ഇതിൻ്റെ സംവിധായകൻ്റെ ആ ഒരു മനോനിലയുണ്ടല്ലോ, അതാണ് എനിക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. നിങ്ങൾക്ക് വയ്യവേ എന്താ ഇത്? വിഷ്വലൈസേഷൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള, എൻ്റെ ഒരു ഓർമ്മ വെച്ചൊക്കെ പറയാനാണെങ്കിൽ പണ്ട് ചേരൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, പുള്ളി 3 പ്രേമമൊക്കെ ആയിട്ട്. അതിലാണ് നമ്മുടെ ഗോപിക വളരെയധികം ശ്രദ്ധേയാവുന്നത്. അത് ഒരു സിനിമ. അവിടെ മുതൽ ഇങ്ങോട്ടേക്ക് ഏറ്റവും ലാസ്റ്റ് പറയാനാണെങ്കിൽ നമ്മുടെ ദുൽഖർ സൽമാനും നിത്യാമേനോനൊക്കെയുള്ള ഓക്കെ കൺമണി, അങ്ങനെ ഏതൊക്കെയോ പടങ്ങൾ, പിന്നെ വിണ്ണൈത്താണ്ടി വരുവായ, ഇതിൻ്റെ എല്ലാ റെഫറൻസ് എടുത്ത് കുഴിച്ച് മറിച്ച് അതേപോലത്തെ സീക്വൻസും ഇമോഷനും ഒക്കെ വെച്ചിട്ടേ. പിന്നെ ഈ വിഷ്വലൈസേഷനിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഈ നായകനും ഒരു നായികയും കൂടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടുള്ളൊരു സീനുണ്ട്. ആക്ച്വലി അത് നമുക്ക് ഇമോഷണലി കണക്റ്റ് ആവാമായിരുന്നു. ഇപ്പോൾ ആ സീൻ ഫഹദ് ഫാസിലാണ് ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ, ഫഹദും കൂടി സ്ക്രീനിലുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ചു, പക്ഷേ അത് നായകന് പകരം അഥർവയ്ക്ക് പകരം ഫഹദായിരുന്നെങ്കിൽ ഇമോഷൻ ആയേനെ. പക്ഷേ എനിക്ക് തോന്നുന്നു ആവില്ലായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഇമോഷൻ്റെ പുറകെ പോകുന്നതിന് പകരം നേരെ നായികയിലേക്കാണ് പോകുന്നത്. നായികയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞ് കുറച്ച് പറയാനുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റേ ബോഡി ഷേമിങ് ആയി പോവോ, അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയി പോവോ. പിന്നെ അത് മാത്രമല്ല, തിയേറ്ററിൽ ഇരിക്കുന്ന ഒരു സിനിമയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഈ നായകൻ്റെ കണ്ണ് പോകുന്ന ചില സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഇവരുടെ ഫോക്കസ് ശരിയായില്ല, ഒരു ഇമോഷനും നമുക്ക് വർക്കാവുന്നില്ല. ഇവനിത് എന്തോന്നിടേ, ഇത് വയ്യേ ഇവന്. പിന്നെ അത് കഴിഞ്ഞ് ഫഹദ് ഫാസിൽ നായകനെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, കറക്റ്റാണ്. അതായത് ഈ സംവിധായകൻ മിക്കവാറും ഇതിൻ്റെ തിരക്കഥ കൂട്ടുകാരെ ആരോ കാണിച്ചപ്പോൾ കൂട്ടുകാരിൽ ആരോ പറഞ്ഞൊരു കാര്യം ഇതിൽ വെറുതെ ഇൻക്ലൂഡ് ചെയ്തായിരിക്കും. പക്ഷേ അതാണ് യാഥാർത്ഥ്യം. ഇവനെ ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തിൻ്റെ നായകനായി കാണേണ്ടി വരിക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു സങ്കടമാണ്. പിന്നെ ഇതിൻ്റെ അകത്തൊരു മാമനുണ്ട്. മാമൻ കുറേ സിനിമകളിലൊക്കെ ഗംഭീര വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ഇതിനകത്ത് ഈ മാമനുണ്ടല്ലോ, പുള്ളി മരുമോന് വേണ്ടി ജീവിച്ചു. അത് കഴിഞ്ഞ് ലോകത്തുള്ള ചീത്തപ്പേരും തല്ലും ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഇടിവെട്ട് കേസിൽ ഈ മരുമോന് വേണ്ടി ഇയാൾ ത്യാഗം ചെയ്യണം. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അവരെന്തോ വലിയ ഇമോഷനായിട്ടും പ്രണയത്തിൻ്റെ ത്യാഗ നൊമ്പരമായിട്ടും ശരിക്കും പഴയ പടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ രേവതിയുടെയൊക്കെ കുട്ടിക്കാലമൊക്കെ ഇല്ലേ, പഴയ തമിഴ് പടങ്ങളൊക്കെ അന്തക്കാലത്തുള്ള ഒരു സിനിമയുടെ ക്ലൈമാക്സ് പോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു മാറ്റവും ഇല്ല, ഇച്ചിരി കളറ് മാറ്റിയിട്ടുണ്ട്, ഒരു വ്യത്യാസമില്ല, ഒരു പഴയ പടം. പിന്നെ എനിക്ക് ഒരു വലിയ ഡൗട്ടുണ്ട്. അത് ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകർ ആരെങ്കിലും എന്തെങ്കിലും, ഇപ്പോൾ OTT ഒക്കെ വന്നു കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കും ഇതിൽ ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടറിൻ്റെ പ്രായം എന്താണ് എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് നായകനും ഫഹദ് ഫാസിലും ഒക്കെ ആയിട്ടുള്ളൊരു ബന്ധം നമുക്കിത് ആദ്യമേ കുറേ സംശയങ്ങളൊക്കെ തോന്നും. അതിലൊരു സംശയം ശരിയാവുന്നു എന്നുള്ളതാണ്. പക്ഷേ ഫഹദ് ഫാസിലും അഥർവയും തമ്മിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഏജ് ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്നും അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. പിന്നെ ഈ സിനിമയിൽ അങ്ങനെ ഒന്നും മാച്ച് ആവേണ്ടതായിട്ടില്ല. ക്ലൈമാക്സിൽ അവർ കാണിച്ചിരിക്കുന്ന ഒരു ഗജേന്ദ്ര വൃത്തികേടുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചേരുന്ന ഇങ്ങനെ പോവുക. 2.25 മണിക്കൂറുണ്ട് ഈ സിനിമ, 2.25 മണിക്കൂർ. പക്ഷേ ഇതിനകത്തൊന്നുമില്ല. നായകന് ഒരു പെൺകുട്ടിയെ കാണുന്നു, ഇഷ്ടം തോന്നുന്നു, അവളോട് അടുത്തിടപഴകുന്നു. ശരിക്കും നായികമാർക്ക് ഇവനോട് ഭയങ്കര പ്രേമമാണ്. പക്ഷേ ഇവരും പറയൂല, ഇവനും പറയൂല. പ്രേമൻ നമ്പർ 1, പ്രേമൻ നമ്പർ 2, പിന്നെ ഒരു 3, ഇതിങ്ങനെ നീട്ടി പരത്തി. പിന്നെ ആകസ്മികത ഇങ്ങനെ മലവെള്ളപ്പാച്ചിൽ പോലെ ആകസ്മികതകളാണ്. വീണ്ടും കാണുന്നു, വീണ്ടും മുട്ടുന്നു, വീണ്ടും കാണുന്നു, വീണ്ടും മുട്ടുന്നു. പക്ഷെ മുട്ടൽ മാത്രമേ ഉള്ളൂ, ഒന്നും പറയേണ്ടത് പറയുന്നില്ല. പിന്നെ അഭിനയം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഒരു 90s കിഡിൻ്റെ 30കൾ കാണിക്കുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള അത്രയൊക്കെ തന്നെ ഉള്ളവർക്ക് എല്ലാവർക്കും വലിയ കുഴപ്പമില്ലാതെയൊക്കെ എല്ലാവരും ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ ഈ സ്പേസ് സ്റ്റേഷൻ
കാണിക്കുന്നുണ്ട്. സ്പേസ് സ്റ്റേഷൻ്റെ ഗ്രാഫിക്സ് പരിപാടികളൊക്കെ കൊള്ളാം. പക്ഷേ ഫസ്റ്റ് ഷോട്ട് കാണിച്ചിരിക്കുന്നത് പോലും ഹോളിവുഡ് സിനിമയിൽ നിന്ന് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതാണ്. ആ ഷോട്ടൊക്കെ ഉണ്ടല്ലോ, അതായത് ഈ സ്പേസ് ഷിപ്പിൻ്റെ അകത്ത് ഒരാൾ ഒരു എന്താ പറയുക ഒരു കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് അടുത്തേക്ക് പോകുമ്പോൾ അവരൊരു കമ്പിയിൽ പിടിച്ചിട്ട് ഈ കൈ ഇങ്ങനെ പോകുമ്പോൾ അതിനിങ്ങനെ പാൻ ചെയ്ത് പോകുന്നൊരു ഷോട്ട്. സിനിമ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഇത്തരം സിനിമകളിൽ കോമൺ ആയിട്ട് വരുന്നൊരു സാധനമാണ്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ കഥ എന്ന് പറയുന്നത് പഴയ മൗനരാഗം ലെവലിലൊക്കെ പോവേണ്ടിയിരുന്ന ഒരു ക്ലൈമാക്സും അതിനകത്തേക്ക് കുറേ പുതിയ കാലത്തിൻ്റെതെന്ന് തോന്നിപ്പിക്കുന്ന കുറേ പരിപാടികളൊക്കെ ആയിട്ട് ചുമ്മാ ഡാൻസ് കളിക്കാനും വെള്ളമടിക്കാനും മാത്രം കൊള്ളാവുന്ന കുറച്ച് കൂട്ടുകാരും, ഒരു പ്രേമം അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാത്തൊരു നായകനും, അത് പറഞ്ഞു കൊടുക്കാൻ ഒരു വിവരമില്ലാത്ത ആൾക്കാർ എപ്പോഴും ചുറ്റും ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമൊക്കെ ചേരുന്ന അങ്ങനത്തെ ഒരു പ്രത്യേകതരം ഒരു സിനിമയാണത്. പക്ഷേ ഈ കോമൺ സെൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ പോകാൻ പറ്റുമെങ്കിൽ, ഒരു മിനിമം കോമൺ സെൻസ് അതും ഞാൻ പുറത്ത് വെച്ചിട്ട് തിയേറ്ററിൽ കയറുമെങ്കിൽ നല്ല പാട്ട് കേട്ട് ഒരു 2.75-3 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് എടുക്കാം. അങ്ങനെ തിയേറ്ററിൽ കുറച്ച് ആളുകളുണ്ടായിരുന്നു, അവർ റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു. കൂർക്കം വലിയ ശല്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതൊരു വലിയ ആശ്വാസമാണ്. ബാക്കി നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. ചിലപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ഇതൊക്കെ പറഞ്ഞ് വികാരം കൊള്ളുന്ന അങ്ങനത്തെ ഒരാളായിരിക്കും നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും കുറച്ച് പറയില്ല, അങ്ങനെയും തോന്നാം. സിനിമ അങ്ങനെയാണ്, ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. അങ്ങനെ തിയേറ്ററിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനം എടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ അനുഗ്രഹമായിരിക്കും. പക്ഷേ ജിത്തു മാധവൻ മാത്രം ഈ സിനിമ കാണാതിരിക്കണം എന്ന് എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്. അദ്ദേഹം ഇത് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിഷമമാവാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അങ്ങനെ എടുത്തു വെച്ചത് ഇങ്ങനെ ആക്കിയത് അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, എന്നാൽ ടാറ്റ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.